എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് വന്നോ? എന്തൊക്കെയാണ് പിന്നെ റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലേ പലരുടെയും വീട്ടിൽ? അപ്പോൾ പറയൂ കേട്ടോ, എങ്ങനെ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് പിക്കപ്പ് പൈൽ റീഡിങ് ചെയ്യാം. കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ്? പിക്കപ്പ് പൈൽ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഇത് പൈൽ 1, പൈൽ 2, ഏത് വേണേൽ ചൂസ് ചെയ്യൂ കേട്ടോ. 2 സെക്കൻഡ് തരാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. വേറെന്താണ്, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, ഫീലിങ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതൊരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, റീഡിങ്ങിലേക്ക് പോയാലോ? പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ള ആ വ്യക്തിയുടെ ഇപ്പോൾ അവരെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവരുടെ പേര് മനസ്സിൽ ഉച്ചരിക്കുന്നുണ്ട്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ട്, അവർക്ക് വളരെയധികം ഇഷ്ടമാണ് ആ വ്യക്തിയെ. ആ വ്യക്തിയെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സിൽ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനായിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സിൽ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനായിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സിൽ എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. King of Pentacles, Page of Wands, King of Cups. ഇടയ്ക്ക് ഞാനൊന്ന് കട്ടാക്കി കേട്ടോ, കാരണം അപ്പുറത്ത് വണ്ടി വന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്കും. ഓക്കെ, 2 കാർഡ് വന്നു. 2 of Cups ആൻഡ് Page of Swords, ഓഫ് കോഴ്സ് അല്ലേ. The Fool, 3 of Pentacles, അതെന്തിനാ അല്ലേ ആ ഒരു കാർഡ്. 2 കാർഡ് വീണ്ടും വന്നു. 8 of Wands, Lovers, 10 of Cups, Judgment, 6 of Cups, Ace of Pentacles, bottom of the deck, Temperance. ഇന്നത്തെ ദിവസം ടെമ്പറൻസിൻ്റെ കാർഡ് കുറച്ച് കൂടുതലായിട്ട്, ജഡ്ജ്മെൻറ്റിൻ്റെയും ടെമ്പറൻസിൻ്റെയൊക്കെ കാർഡ് കുറച്ച് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്, കാരണം ഫെസ്റ്റിവൽ ഡേ ആണ്. അപ്പോൾ കൂടുതലായും കുടുംബ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ കാണും. അത് ഫാമിലിയുടെ കൂടെ തന്നെ ടെമ്പറൻസിൻ്റെ കാർഡും വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് വരുന്നതാണ് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെയും കൂടെയാണ്. അതിൽ ഒരു ഈക്വൽ പാർട്ട്ണറായിട്ട് നിങ്ങളുടെ കൂടെ വേണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് ഫോൺസ് വെച്ചിട്ട് അവരുടെ ഫീലിങ്സിൽ നിങ്ങൾക്കായി കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ പഴയ മെസ്സേജസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ പിക്ചേഴ്സ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, കൂടുതലായും സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം, മെസ്സേജ് അയക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് കപ്സ് വെച്ച് സ്നേഹം തന്നെയാണ്, സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഒരുപാട് സ്നേഹം. പക്ഷേ ആക്ഷനിൽ ചിലപ്പോൾ അത്രയും തീവ്രതയിൽ അവർ പ്രകടിപ്പിച്ച് കാണില്ല ചിലരെങ്കിലും കേട്ടോ. കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ അത് പ്രകടമാവുന്നുണ്ടായിരിക്കും, വാക്കുകളാൽ പ്രകടിപ്പിച്ചിരിക്കാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് സോർട്സ് വീണ്ടും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെല്ലാം ആക്റ്റീവ് ആണോ അവിടെയെല്ലാം ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 2 of Cups വെച്ച് ഇന്നത്തെ ദിവസം നിങ്ങളെ കാണണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ കണ്ട് കാണാനും സാധ്യതയുണ്ട്, കണ്ട് സംസാരിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് സംസാരം, തമാശകൾ പറഞ്ഞാണ് കണ്ടപ്പോൾ. അങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിക്കില്ല, ഒരു കാഷ്വൽ രീതിയിൽ സംസാരിച്ച്
പോയി എന്നാണ് കാണുന്നത്. ഓക്കെ, കാരണം കൂടെ ആ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. ഏതൊരു സൈഡിൽ, ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട് കേട്ടോ. ഇത് പാരൻസും ആയിരിക്കാമേ, പാരൻസും ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ സ്പൗസ് അങ്ങനെയും ആയിരിക്കാം. എന്തെന്നാൽ ആ തേർഡ് പാർട്ടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വലിയൊരു റൊമാൻറ്റിക് എക്സ്ചേഞ്ച് ഒന്നും അവിടെ സാധിച്ചില്ല. ഒരു സംസാരിച്ചു പോയി എന്നുള്ളൊരു രീതിയാണ്. തമ്മിൽ കണ്ട് കോർഡിയലായിട്ട് സംസാരിച്ചു പോയി. പക്ഷെ മനസ്സിൽ വീണ്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം തീവ്രമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്നേഹമാണ് നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് തോന്നാറുണ്ട്. ഒരു ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നതായിട്ട് കാണുന്നു. കൂടെ അവരുടെ ഫാമിലിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പാരൻസ് ആവാം, സ്പൗസ് ആവാം. ഓക്കെ, ഒരു ഫാമിലിയുടെ പ്രസൻസ് അവരുടെ കൂടെ കാണുന്നുണ്ട് എന്നുണ്ട്. ഇന്നത്തെ ദിവസം അവധി ആയതുകൊണ്ട് ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, വീട്ടിലിരുന്ന് ചിന്തിക്കുന്നതായിരിക്കാം നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ടായിരിക്കും ഫാമിലിയുടെ കാർഡ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പ്രാർത്ഥനകളിൽ മുഴുകിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്നും കാണുന്നു. നിങ്ങൾക്കും കൂടി വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി, സന്തോഷം കിട്ടാൻ വേണ്ടി, മറ്റ് സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നും കാണുന്നു. നിങ്ങളുടേത് കുറച്ച് കാലമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങളുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട്. നിങ്ങൾ ഇനിയും ലോങ് ടേം കണക്റ്റഡ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അവർ. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, ഒരു സ്റ്റാർട്ടിങ് വേണം. അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ മൊത്തമൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യണം, ഒരു കുടുംബം ഫോം ചെയ്യണം എന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബാലൻസ്ഡ് ആയിട്ട്, പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ബാലൻസ്ഡ് ആയിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം പൈൽ 1 Strength, 3 of Cups, Devil, 2 of Wands, 6 of Wands. വീണ്ടും പ്രാർത്ഥന കാണുന്നു കേട്ടോ. 4 of Wands. നല്ല ഒരു ഫെസ്റ്റിവൽ. ഇന്ന് ഒരു ഈസ്റ്റർ ആയതുകൊണ്ടാണ് അത് വരുന്നത്. സ്റ്റാറാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് എനിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് കേട്ടോ. സ്ട്രെങ്ത് വെച്ച് മറ്റുള്ളവർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് സുഹൃത്തുക്കളുമായിരിക്കാം കേട്ടോ. ഫാമിലിയോ ഫ്രണ്ട്സോ സ്പൗസോ ആരോ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൺട്രോൾഡ് ആയിട്ട് മാത്രമേ സംസാരിക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നു. നിങ്ങളിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റാതെ അവർ നോക്കി നിന്ന് കാണും. പക്ഷേ നിങ്ങൾക്ക് അവരുടെ ആ ഒബ്സഷൻ ഫീൽ ചെയ്ത് കാണും. തുടർച്ചയായിട്ട് നിങ്ങളെ നോക്കി കാണും. കണ്ണെടുക്കാതെ ഒരു ഒബ്സസ്ഡ് രീതിയിൽ നിങ്ങളെ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും കേട്ടോ. മറ്റുള്ളവരെ ചുറ്റും ഉള്ളത് പോലും ശ്രദ്ധിക്കാതെ ഇവർ നിങ്ങളെ ശ്രദ്ധിച്ച് കാണണം. കണ്ടു പിരിഞ്ഞു പോയി എന്നാണ് കാണുന്നത്. കാരണം 2 of Wands ദൂരത്തേക്ക് മാറിപ്പോയി എന്നാണ് കാണുന്നത്. 2 വഴിക്ക് പിരിഞ്ഞു പോയി എന്നാണ് കാണുന്നത്. പ്രാർത്ഥനയിൽ നിങ്ങളെ തീർച്ചയായും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നും കാണുന്നു. കാരണം നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഒരു മംഗളകരമായ സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കുന്നത്. ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, ഒരു അമ്പലം, പള്ളി, അങ്ങനെ ഒരു ശുഭകരമായ സ്ഥലത്ത് അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ തമ്മിൽ കണ്ടത് എന്നും കാണുന്നു. ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നും കാണുന്നു. ഒരു ഇവൻറ്റ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഒരു 2 കാർഡ് കൂടി എടുക്കാം. കിങ് ഓഫ് വാൻസ്, പേജ് ഓഫ് കപ്സ്. വീണ്ടും നിങ്ങളെ പ്രതി ബഹുമാനവും ഉണ്ട് അവർക്ക്. റെസ്പെക്റ്റോടു കൂടിയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് റെസ്പെക്റ്റും തരണം അല്ലേ. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെയും കൂടി മാനിക്കുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അവർക്കത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഉണ്ട്. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷനിൽ വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എന്നും കണക്റ്റഡ് ആയിരിക്കണം, ആ കണക്ഷൻ വിട്ടുപോകരുത് എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇതായിരുന്നു പൈൽ 1 നമ്മുടെ പൈൽ 2 ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഏസ് ഓഫ് കപ്സ് ആണ്, 2 of Cups ആണ്. ഇപ്പം നല്ലതൊന്നും ഞാൻ എടുക്കുന്നില്ല, ഷഫ്ലിംഗ് മുഴുവനായില്ല. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സിൽ എന്താണ് അവർക്കായിട്ട്?
എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനായിട്ട് പൈറ്റുകാർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എടുക്കാം. Hermit. ഓ, എന്ത് പറ്റി? ഡബിൾ, 6 of Pentacles, 4 of Wands, Queen of Wands, share, Page of Swords, Temperance, Empress, Star, 4 of Pentacles, 2 of Pentacles, Moon, bottom of the deck, Lovers. അവിടെയും വളരെയധികം സ്നേഹത്തോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അട്രാക്ഷനും തമ്മിലുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ബാക്കി എല്ലാ കാർഡ്സും തന്നെ ഒരുവിധം പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് പോലെ ഒരു തോന്നലാണ് കിട്ടുന്നത്. ഓക്കെ, ഡെവിൾ വെച്ചിട്ട് അവർ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങൾക്കായിട്ടൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു മാഗ്നറ്റിക് പുള്ള ഒരു ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ ഒട്ടും വിട്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി, അത് വെറുതെ ഒരു മിസ്സിങ് ഫീലിംഗ് വരിക, വല്ലാത്തൊരു എന്താ തോന്നുക, ഇപ്പം തന്നെ എന്താ പറയുക, വല്ലാത്തൊരു മിസ്സിങ് എനർജി തോന്നുക, ഇപ്പം തന്നെ സംസാരിക്കണം എന്ന് തോന്നുക, ഇപ്പം തന്നെ കാണണം എന്ന് അതിഭയങ്കരമായിട്ട് തോന്നുക, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണിന് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. 6 of Pentacles വെച്ച് നിങ്ങളെ കണ്ട് സ്നേഹം പങ്കുവയ്ക്കണം എന്നാണ് അവർ ചിന്തിക്കുന്ന. സ്നേഹം തന്ന സ്നേഹം കൈപ്പറ്റണം എന്ന്, കുറച്ച് മൊമെൻറ്റ്സ് സ്നേഹത്തോടെ സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 4 of Wands വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു വിഷ് ഫുൾഫിൽമെൻ്റാണ്. സ്റ്റാറും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. അവർ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഓൾറെഡി പ്രപ്പോസ് ചെയ്ത് നിങ്ങൾ അക്സെപ്റ്റഡ് ആണ്, ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ലക്കി ചാമാണ് എന്ന് തന്നെയാണ് അവർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ക്വീൻ ഓഫ് വാൻസ് വെച്ച് നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒരുപോലെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ സംസാരം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങളുമായിട്ടെന്നും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കണം എന്നവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ടെമ്പറൻസ് വെച്ച് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം സോൾവ് ചെയ്ത് അപ്പോൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. ആ സ്നേഹം കൈവിട്ട് പോകരുത് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച വ്യക്തിയാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. നിങ്ങളെപ്പോലെ ഒരാളെ അവർ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണുകയുമില്ല എന്നൊരു ഫീലിംഗ്. അവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അമ്മ സ്ഥാനത്ത് നിങ്ങൾ മതി, അവരുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ മതി എന്നുള്ള രീതിയിലും അവർ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പ്രതി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് മറ്റാരെങ്കിലും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്ഥിതിയാണ്. വല്ലാത്തൊരു മിസ്സിങ് എനർജിയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇൻസെക്യൂരിറ്റിയും അവിടെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് ജഗ്ലിങ്, അവർ ജഗിൾ ചെയ്യുന്നതല്ല, അവർക്ക് നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയമുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും വരുമോ എന്നുള്ളൊരു പേടി അവരെ ഭരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട്, നിങ്ങൾ തമ്മിൽ കാണാതിരിക്കുമ്പോൾ ആ സമയത്ത് ഇവർ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട് എന്നാണ് കാണുന്നത്. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരുപാട് സ്നേഹമാണ്, ഒരുപാട് സ്നേഹത്തോടൊപ്പം തന്നെ ഫിസിക്കൽ അട്രാക്ഷനും അവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ഹെയറോഫന്റ്, കിങ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, മജീഷ്യൻ,
നിങ്ങൾക്കായിട്ടൊരു സ്പീഡി ആക്ഷൻ എടുക്കണം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് എത്രയും വേഗം ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നു. സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എവിടെയെല്ലാം ആക്റ്റീവ് ആണോ അവിടെയെല്ലാം ഇവർ നിങ്ങളുമായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ചാറ്റ് ചെയ്യണം, മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഹെറോഫൻ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇവർ നിങ്ങളും തമ്മിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും ഇവർ കുറച്ച് അറിയപ്പെടുന്ന വ്യക്തിയുമാണ്. എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റി അവർ വളരെ തീവ്രമായി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ് വെച്ച് ഇവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല കേട്ടോ. അതിതീവ്രമായ ആരാധനയാണ് ഇവർ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രൊപ്പോസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പേജ് ഓഫ് കപ്സ് വീണ്ടും കമ്മ്യൂണിക്കേഷനാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. തമ്മിൽ കണ്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മജീഷ്യൻ വെച്ച് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അതിതീവ്രമായിട്ട് ഇവർ ചിന്തിക്കുന്നത് എന്നും കാണുന്നു. മാനിഫെസ്റ്റ് ചെയ്യുന്ന അത്രയും ലെവലിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ പലർക്കും ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടായിരിക്കും. വൈറ്റ് ബട്ടർഫ്ലൈസ്, യെല്ലോ ബട്ടർഫ്ലൈസ്, അങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് ബട്ടർഫ്ലൈസ് കാണാറുണ്ടായിരിക്കും. അത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ആ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം. ഇനി വൺ ലാസ്റ്റ് കാർഡ് ഫോർ മൈ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സിന് വേണ്ടി ഒരേ ഒരു കാർഡ് കൂടി തരൂടെ. കിങ് ഓഫ് വോൺസ്. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഒരേ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് ഓൾറെഡി മനസ്സിൽ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. സ്നേഹം, ആകർഷണം, റെസ്പെക്റ്റ് എല്ലാം തന്നെ അവർ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കാതെ അവരൊരു തീരുമാനവും എടുക്കാറില്ല കേട്ടോ. കാരണം നിങ്ങളുടെ തീരുമാനം തെറ്റില്ല എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ. നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്കിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകും, അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ആദ്യം. അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരു ഈക്വൽ പാർട്ട്ണറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു പൈൽ 2കാരുടെ റീഡിങ്. ഇപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ഒന്ന് ചെയ്ത് തരിക കേട്ടോ. ഹൈപ്പ് ചെയ്താലേ നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി റീച്ച് കിട്ടത്തുള്ളൂ. പ്ലീസ് ഹൈപ്പ് ഒന്നും ചെയ്ത് തരണം കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാപ്പി ഈസ്റ്റർ അഗൈൻ. ബൈ.